മേനോൻ മുഖ്യമന്ത്രിയുടെ മോഡിഫിക്കേഷൻ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് ഒരു പൂക്കി ചിരികുടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു ചോദ്യം ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോണിന് നേരെ വന്നു. അപ്പോഴാണ് അന്ന് മേനോൻ മുഖ്യമന്ത്രി കണ്ണുകൊണ്ടുള്ള ആക്ഷനും ചുണ്ടുകടിച്ചുള്ള ആംഗ്യവും കാണിച്ചപ്പോൾ എല്ലാവരും മോഡിഫിക്കേഷന് വേണ്ടി തയ്യാറെടുത്ത് റെഡിയായിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം എന്താണ് മോഡിഫിക്കേഷൻ എന്ന ലിസ്റ്റ് വന്നത്. അതിന് പിന്നാലെ മന്ത്രിയോട് തന്നെ നേരിട്ട് ഈ ചോദ്യം വരുമ്പോൾ ഒരു പൂക്കി ചിരി കൊടുത്തിട്ടുണ്ട്. യുവാക്കളെ കയ്യിലെടുക്കുവാൻ വേണ്ടി നിരവധി മോഡിഫിക്കേഷനാണ് വാഹനങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു നിരാശയാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. നിരാശപ്പെടേണ്ട, നമുക്ക് മാന്യമായ രീതിയിൽ ചെയ്യാം. അത് ഇന്ന് 15-ാം തീയതി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പലതും വാഹനങ്ങളിൽ നിലവിൽ നടപ്പിൽ ഉള്ള കാര്യങ്ങൾ അല്ല, അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ്സ് നടത്തിയിട്ടില്ല. പിന്നെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മീറ്റിംഗ്സ് നടത്തി ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാം. കണ്ടല്ലോ, വാഗ്ദാനം തെരഞ്ഞെടുപ്പിന് മുന്നേ അല്ലേ, അത് നമ്മൾ പലതും പറയും. തെരഞ്ഞെടുപ്പിന് ശേഷം വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ഇനിയും പറയും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നടപ്പാക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിന് നമ്മൾ അതൊക്കെ പറയും. കാര്യം നിങ്ങളുടെയൊക്കെ വോട്ട് ആവശ്യമുള്ളത് കൊണ്ട് അങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വീണ്ടും മന്ത്രി ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതായത് മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പുറത്തു വന്ന ലിസ്റ്റ് പ്രകാരം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. കേന്ദ്ര നിയമം നിലനിൽക്കെ താൻ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന വാഗ്ദാനം കൊടുത്തതിനെ കുറിച്ച് വകുപ്പ് മന്ത്രിക്ക് പറയാനുള്ളത് എന്തെന്ന് നിങ്ങൾ കേൾക്കണം. ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നേരത്തെ കണ്ട പൂക്കി ചിരിയിറക്കി അദ്ദേഹം കടന്നുപോയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യുവാക്കളെ കയ്യിലെടുക്കുവാൻ വേണ്ടി നിരവധി മോഡിഫിക്കേഷനാണ് വാഹനങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു നിരാശയാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. നിരാശപ്പെടേണ്ട, നമുക്ക് മാന്യമായ രീതിയിൽ ചെയ്യാം. അത് ഇന്ന് 15-ാം തീയതി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പലതും വാഹനങ്ങളിൽ നിലവിൽ നടപ്പിൽ ഉള്ള കാര്യങ്ങൾ അല്ല, അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ്സ് നടത്തിയിട്ടില്ല. പിന്നെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മീറ്റിംഗ്സ് നടത്തി ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഗതാഗത വകുപ്പുമായി ഒരു ചർച്ച നടത്താതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അത് ഇലക്ഷന് മുമ്പല്ലേ. കേട്ടല്ലോ, അത് ഞാൻ ഇനി വകുപ്പ് മന്ത്രിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറച്ചു വെച്ചിട്ട് പിന്നെയും ഇന്നലകളിൽ പൊള്ളയായ വാഗ്ദാനം കൊടുത്തിട്ട് അവരെ വീണ്ടും പറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. നടത്താൻ പറ്റാത്ത കാര്യം നടത്താൻ പറ്റില്ല എന്ന് പറയാതെ അത് പൂക്കി ചിരിക്കും ചുണ്ടുകടി ആംഗ്യത്തിനും വലിയ ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്നത് തീവ്രമാകുമെന്ന് കരുതിക്കൊണ്ടാണ് കുറച്ച് കരുതലോടെ മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോഡിഫിക്കേഷൻ മോഹികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിദഗ്ധമായി തേക്കപ്പെട്ടു, അല്ലെങ്കിൽ നല്ല 9-on-6 ചിരി ചിരിച്ചുകൊണ്ട് വെളുക്കെ തേച്ചിട്ട് പോയി, അത്രയേ ഉള്ളൂ. കാര്യം ഈ ചിരി കണ്ടിട്ടൊക്കെ മയങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല വെളുക്കെ ചിരിച്ചുകൊണ്ട് മധുരം പുരട്ടുന്ന വാക്കുകളിൽ സംസാരിക്കുന്ന വ്യക്തിയാണോ, ഉടനടി ചിന്തിച്ചോളണം അതിൽ കാപട്യമുണ്ട്, ഇത് ഉഡായിപ്പാകുമെന്ന്. ഇനിയെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഇതുപോലെ പലയിടങ്ങളിലും തേക്കപ്പെടും.